ഹായ് ഗൈസ്, കോണ്ടന്റ് ക്രിയേഷൻ ഫോർ ബിഗിനേഴ്സ് സീരീസിന്റെ ഡേ 1 ആണിന്ന്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഏറ്റവും ബേസിക് സ്റ്റഫായ എന്താണ് കോണ്ടന്റ് ക്രിയേഷൻ എന്ന കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ധരിക്കുന്ന കാര്യം ഫാൻസി ക്യാമറാസും എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസും ഫുൾ ടൈം യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെയാണ്. പക്ഷേ ഇത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യമാണ്. കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു നോളേജ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി അതൊരു ഫോർമാറ്റിലൂടെ ആളുകൾക്ക് കൺസ്യൂം ചെയ്യാൻ കൊടുക്കുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. മെയിനായി നമുക്ക് 4 ടൈപ്പ് ഓഫ് കോണ്ടന്റ് ഫോർമാറ്റ്സ് ആണുള്ളത്. നമ്പർ 1 എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബേസ്ഡ് കോണ്ടന്റ്, ബ്ലോഗ് പോസ്റ്റുകൾ, ലിങ്ക്ഡിൻ പോസ്റ്റുകൾ, അതുപോലെ തന്നെ ട്വിറ്റർ, ത്രെഡ്സ്. അപ്പോൾ ഇതിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോംസ് ലൈക്ക് നമുക്ക് ലിങ്ക്ഡിൻ പറയാം, ത്രെഡ്സ് പറയാം, ട്വിറ്റർ പറയാം, ലൈക്ക് എക്സ് നമുക്ക് പറയാം. പിന്നെ ഫേസ്ബുക്കിലും ആൾക്കാർ ടെക്സ്റ്റ് ബേസ്ഡ് കോണ്ടന്റ്സ് ഇടാറുണ്ട്. നമ്പർ 2 എന്ന് പറയുന്നത് വിഷ്വൽ ബേസ്ഡ് കോണ്ടന്റ്. വിഷ്വൽ ബേസ്ഡ് കോണ്ടന്റിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോസ് ഇടാം, കാരോസിൽസ് ഇടാം, ഇൻഫോഗ്രാഫിക്സ് ഇടാം. ഇതിന്റെ പ്ലാറ്റ്ഫോംസ് നമുക്ക് ഫേസ്ബുക്ക് ഇടാം, ലിങ്ക്ഡിൻ ഇടാം, ഇൻസ്റ്റാഗ്രാമിൽ ഇടാം, നമുക്ക് ഉപയോഗിക്കാം. മൂന്നാമത്തെ എന്ന് പറയുന്നത് വീഡിയോ ബേസ്ഡ് കോണ്ടന്റ്. നിങ്ങളിപ്പോൾ കാണുന്ന റീൽസ്, ടിക്ടോക്സ്, അതുപോലെ തന്നെ ഷോർട്സ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് നമുക്ക് ഫേസ്ബുക്കിൽ ഇടാം, ഇൻസ്റ്റാഗ്രാമിൽ ഇടാം, യൂട്യൂബിൽ ഇടാം, ഇപ്പോൾ ലിങ്ക്ഡിനിലും ഇടാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഓഡിയോ ബേസ്ഡ് കോണ്ടന്റ്, പോഡ്കാസ്റ്റ്, ഓഡിയോ ബുക്സ്, മ്യൂസിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന്റെ പ്ലാറ്റ്ഫോംസ് നമുക്ക് സ്പോട്ടിഫൈ പറയാം, യൂട്യൂബ് പറയാം. ഓക്കെ, ഈ 4 ടൈപ്പ് ഓഫ് കോണ്ടന്റുകളിൽ നിങ്ങൾക്ക് ഏതാണോ സൂട്ടബിൾ ആവുന്നത് അത് സെലക്ട് ചെയ്യാം. കാരണം ചില ആൾക്കാർക്ക് ക്യാമറ ഫിയർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വോയിസ് ഓവർ ചെയ്യാം, അല്ലാത്തവർക്ക് പോഡ്കാസ്റ്റ് ചെയ്യാം. മേ ബി എഴുതാൻ കഴിവുള്ളവരാണെങ്കിൽ അവർക്ക് ടെക്സ്റ്റ് ബേസ്ഡ് കോണ്ടന്റ്സ് എടുക്കാം, പറയാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഓഡിയോ ബേസ്ഡ് കോണ്ടന്റ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൺസിസ്റ്റന്റ് ആയിട്ടും ക്ലാരിറ്റിയോടും കൂടെ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഒരു മേഖല അല്ല അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കോണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ see you on day 2.